എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഇന്ന് ഞങ്ങളെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ബീച്ചുണ്ട്. കാട്ടിന്റെ നടുവിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബീച്ചാണ്. ആ ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ സൂപ്പറായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആ ബീച്ചിന്റെ പേര് ഫ്രീഡം ബീച്ച് എന്നാണ്. അതായത് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. ഞങ്ങൾ കാർ വാടകയ്ക്ക് എടുത്തു. അവിടേക്ക് പോകാൻ ടാക്സി ഒന്നും അങ്ങനെ പോകുന്നതിന് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പം നമ്മൾ 3-4 ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. അത് കാരണം ആദ്യത്തെ ബീച്ചിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ബീച്ചിന്റെ പേര് ഫ്രീഡം ബീച്ച് എന്നാണ്. ഞങ്ങൾ മെയിൻ റോഡേ വന്നു, ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി. ആ റോഡ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ തീർന്നു. പിന്നെ ദേ കാണുന്ന ഒരു ടാറിംഗ് ഒന്നും ഇല്ലാത്തൊരു റോഡാണ് കേട്ടോ. ഇത് ഈ തായ്ലൻഡിൽ ഇങ്ങനെ റോഡുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീഡം ബീച്ച്. ഞങ്ങൾ വന്ന കാറാണ്, റോഡ് സൈഡിൽ വണ്ടി ഇട്ടു. ദേ ഇവിടെ നിന്നാണ് ഇനി നടക്കാനുള്ളത്. എന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ല. ബീച്ചിന്റെ പേര് ഫ്രീഡം ബീച്ച്. എന്തായാലും ലെറ്റ്സ് വാക്ക്. ഇതാ ഇവിടെ നിന്ന് തുടങ്ങാണ് കേട്ടോ. ഇത് കാടിന്റെ നടുവിലൂടെയാണ്, കറക്റ്റ് കാടിന്റെ നടുവിലൂടെയാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന ചേമ്പ്, വാഴ അങ്ങനെയൊക്കെയാണ്. ഇവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി താഴോട്ടേക്കാണ് പോകുന്നത്. ഇത് അറൗണ്ട് 8,000 ഫീറ്റ് താഴെയാണ് ഈ ബീച്ച് ഉള്ളത് കേട്ടോ. ഇത് ഞങ്ങൾ നല്ല ഹൈറ്റിലാണുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് പോകണം, സീ ലെവലിലേക്ക് പോകണം. എന്തായാലും ഇവിടെയൊക്കെ വഴിയുണ്ട്. കാടിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇത് മറ്റേ ബംഗാളികൾ കഴിക്കുന്ന കണക്കത്തെ ചേമ്പാണ്. എന്താണ് വഴി എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ ഫ്രണ്ടിൽ നിന്ന് 2 യൂറോപ്യൻസ് പോകുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് നമ്മളും പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല നീർച്ചാലുണ്ട്, അതിൽ വെള്ളമുണ്ട്. വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇല വീണ് കിടക്കാണ്. അതുകൊണ്ട് ആ നീർച്ചാലിന്റെ ഇത് കാണാൻ പറ്റില്ല. പക്ഷേ പൊന്നു ഗായ്സ്, വഴിയില്ല ഗായ്സ്. അയ്യോ, മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ വഴിയൊന്നും അല്ലല്ലോ ഇത്. അവിടെ നിന്നൊക്കെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. അയ്യോ, തീരെയും വഴിയില്ല. എന്തായാലും പോയി നോക്കാം എന്താണ് സംഭവം എന്നറിയാലോ. ഗായ്സ്, ഇങ്ങോട്ട് വരും തോറും വഴി ഇങ്ങനെ തീരെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മരം വീണ്, മരം ഒന്നും മുറിച്ചു മാറ്റാതെ ഇങ്ങനെ കിടക്കുക. തല മുട്ടും കേട്ടോ, കുനിഞ്ഞു വേണം പോകാൻ. അയ്യോ, ഭയങ്കര വഴി, ഭയങ്കര പ്രശ്നമാണല്ലോ. നിറച്ച് കല്ലും മണ്ണും നിറഞ്ഞതാണല്ലോ. അയ്യോ, ഒരു വൃത്തിയില്ലാത്ത വഴിയാണല്ലോ. വൃത്തി എന്ന് പറഞ്ഞാല് കാടല്ലേ, ആ ഇതുണ്ടാവും, പക്ഷേ നാച്ചുറൽ ആണ്. പക്ഷെ അതല്ല, കല്ലും മണ്ണും തീരെ ഇതായിട്ടുള്ള വഴിയാണല്ലോ. ഇതെങ്ങനെ ഇപ്പൊ നടന്നു പോവാ ഇത്? എന്റെ പൊന്നോ, ഇത് റബ്ബർ ട്രീസ് ആണ് കേട്ടോ. ഇവിടെ ആരും വെച്ചതല്ല, ഇത് നാച്ചുറലി ഉണ്ടായതാണ്. ഓ, വഴി തീരെ ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, തായ്ലൻഡിലേക്ക് വന്നപ്പോൾ ഇവിടെ നിറച്ചും കാട്ടിലും നാട്ടിലും ഒക്കെ വാഴയാണ് കേട്ടോ. ഇവിടെ വാഴ കൊലച്ച് നിൽക്കുകയാണ്, നല്ല നാടൻ കൊല. ചെറിയതാണ്. ഓ ഗായ്സ്, തീരെ വഴിയില്ല ഗായ്സ്. ഓ, ശരിക്കും കല്ലും മണ്ണാണ്. ഇതിലെങ്ങാണം തെന്നി വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കേട്ടോ. ഞാനിവിടെ തായ്ലൻഡിൽ പത്തോങ്ങിൽ വന്നപ്പോ ഇവിടെ കുറേ ഗസ്റ്റുകളെ കണ്ടിരുന്നു, അതായത് ഫോറിനേഴ്സിനെ ഞാൻ കണ്ടിരുന്നു. അവരൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചുറീസ് ആയവരെ, കൈ, കാല്, മുഖം ഒക്കെ മുറിഞ്ഞവരാ. ഇപ്പോഴും ഒരു കാര്യം ഞാൻ ഓർക്കുന്ന സംഭവം അത് തന്നെ ആയിരിക്കും. ഇവിടെ ഈ ബീച്ചിലൊക്കെ വന്ന് വീണിട്ട് അപകടം പറ്റിയതായിരിക്കും. ഇവിടെ വീണില്ലെങ്കിലേ അതിശയമുള്ളൂ. അയ്യോ, എന്ത് വഴിയാണ് നിങ്ങൾ കണ്ടല്ലോ. വെള്ളം അടിപൊളി, സൂപ്പർ വെള്ളം, നാച്ചുറൽ വാട്ടർ ആണ് കേട്ടോ. ദേ ഈ കാണുന്ന കൈ പിടിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങി പോവാൻ. കയറിൽ പിടിവിട്ട നിങ്ങൾ കഴിഞ്ഞതേ. അയ്യോ, കുത്തനെയുള്ള വഴിയാണ്. ഒരു വല്ലാത്ത സംഭവമാണല്ലോ ഇത്. അയ്യോ അയ്യോ, ഇതെങ്ങനെ ഇപ്പൊ താഴേക്ക് ഇറങ്ങി പോകും? തിരിച്ചു കയറാന്ന് വിചാരിച്ചാൽ ഞങ്ങള് ഒത്തിരി ഇറങ്ങി കേട്ടോ. അറൗണ്ട് 20-25 മിനിറ്റോളം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു. അയ്യോ, തീരെ നടക്കാൻ വഴിയില്ല കേട്ടോ. അത് നല്ല കാട്ടിന്റെ നടുവിലെത്തി ഞങ്ങള്. ഇവിടെ മൊബൈൽ റേഞ്ചും ഇല്ല കേട്ടോ. ഞങ്ങൾ കൂടെ വന്നവർ അങ്ങ് താഴെ എത്തി. അവർ 2 പേര് അങ്ങനെ പോകുന്നു കേട്ടാ. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നിങ്ങൾ ഷൂസ് ഇട്ടിട്ടേ ഇവിടേക്ക് വരാവൂ. ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷൂസ് ഇട്ടിട്ടേ വരാവൂ. ചെരുപ്പിട്ടോണ്ട് വന്ന് കറക്റ്റ് ആയിട്ടും കുരുങ്ങി മറിഞ്ഞു വീഴും. അയ്യോ, ഇതിപ്പോ വീഴാതെ താഴെ എത്തിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും വല്ലാത്ത സംഭവമായി പോയി. ഇതിനിപ്പോ അവസാനം ബീച്ചും കൂടെ അലങ്കോലമായിരുന്ന ആകെ പ്രശ്നമാവും. എന്തായാലും നമ്മുടെ ഹോട്ടലിൽ നിന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ചാണ്, നിങ്ങൾക്ക് അവിടെ പോയാൽ ആസ്വദിക്കാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. കാറും വാടകയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബീച്ച് നമ്പർ 1
എന്നാണ് ഇവിടേക്ക് നമ്മൾ വന്നത്. ഫ്രീഡം ബീച്ച്, അത് കഴിഞ്ഞിട്ട് ഇനി ബനാന ബീച്ച്, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കണ്ടോ നിങ്ങൾ കണ്ട കാട്, ഞാനൊന്ന് കറക്കി കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഇതിങ്ങനെ ഞാൻ തള്ളി വിടുന്നതാണെന്ന്. കൊടുങ്കാടാട്ടോ. പൊന്നു, വല്ലാത്ത കാലായി, വല്ലാത്ത പെടലാണ് പെട്ടത്. ഇനിയിപ്പോ തിരിച്ചു കയറാന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ പെട്ടു. ആകെ ഞങ്ങളുടെ അടുത്ത് 1-2 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു കേട്ടോ. ആടാണെങ്കിൽ നല്ല ചൂടും ഉണ്ട് താഴേക്ക് ഇറങ്ങി വഴിയില്ലേ. ശരിക്കും സ്പീഡിന് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, വഴിയുണ്ടോ നിങ്ങള്? ഓഫ്, ഇങ്ങനെ എന്ത് പറയാ, ഇതിപ്പോ തിരിച്ചെങ്ങനെ കയറിയല്ല. മെനങ്ങാന്ന് കാണിച്ച ബീച്ച്, ആ ബീച്ചിൽ നിന്ന് ബൈ ബോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടേക്ക് വരാൻ പറ്റും. അത് കുറച്ചെന്തോ ചെറിയ ദൂരമുള്ളൂ. അവിടെ ഇങ്ങനെ 7 ബീച്ചുകൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് സൈഡ് സീനിന് വേണ്ടിയിട്ട്. ബോട്ടുകാർ അതിലിങ്ങനെ ഓരോ റേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റേറ്റും പ്രകാരം ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ടും ഇവിടുത്തെ കാലാവസ്ഥയെ കൊണ്ട് തൊണ്ട വളരെ പ്രശ്നത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2 പേര് കയറി വരുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തായാലും അവരോട് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 200 മീറ്റർ ആണ് കാണിക്കുന്നത് കേട്ടോ. 200 മീറ്റർ ആണെങ്കിൽ അത് 2 കിലോമീറ്റർ പോലെ താഴോട്ട് ഇറങ്ങല്. ഇവര് പറഞ്ഞ് ഇനി ഇവിടുന്ന് 10 to 15 മിനിറ്റ്സ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചിലെത്താം. ബീച്ച് അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും ആശ്വാസമായി. താഴെ പോയിട്ട് നോക്കാം. ഈ കയറിൽ പിടിച്ച് നടക്കണം. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ബീച്ചിലേക്ക് പോകുന്നതിന് ഇങ്ങനെ 1500 2000 ബാത്തൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്. 7 ബീച്ചുകളിൽ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ അവരോട് പോകാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല, ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതും കിട്ടില്ല. അവർ പിന്നെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോവുകയും ചിലപ്പം ബോട്ടിലിരുത്തി കാണിച്ചു തരേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാത്തത്. വാടകയ്ക്ക് വണ്ടി എടുത്തിട്ട് ഇതിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോ താഴെ ചെന്നിട്ട് ബീച്ചും കൂടി കൊള്ളില്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. എന്തായാലും ചിക്കു താഴേക്ക് പോകണ്ട്. അങ്ങനെ മൊബൈലും പൊക്കി പിടിച്ച് പോകുന്നുണ്ട്. റേഞ്ച് കിട്ടുമോ നോക്കാം. ഇവിടെ എങ്ങനെ റേഞ്ച് കിട്ടൂല, റേഞ്ച് ഇല്ല കേട്ടോ. ഫുൾ കാടല്ലേ. ഇനിയും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോകാൻ. ഇത് തെങ്ങ്, ഈ ഭാഗ്യത്തിന് ആരോ കയറ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് താഴെ വീഴാതെ രക്ഷപ്പെടാം. അതായത് കയറിൽ പിടിച്ചാൽ മാത്രം കേട്ടോ, പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ താഴെ വീണത്. താഴെ നിന്ന് 2 പേരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇനി തിരിച്ചു കയറൽ ഒടുക്കത്തെ പണിയാണ്. പക്ഷെ എന്നാലും സഹിക്കാം, തിരിച്ചു കയറലല്ലേ, കുഴപ്പമില്ല. ഈ ഇറങ്ങുന്നതാണ് ബുദ്ധിമുട്ട്. ഇറങ്ങുമ്പോൾ സംഭവം വെയിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളൊന്ന് താഴെ പോകും. വീണ് കഴിഞ്ഞാൽ കറക്റ്റ് മൂക്ക് ചെന്ന് ഇടിയും, അത് ഉറപ്പ്. വഴി വല്ലാത്ത വഴിയാണ്. ഞങ്ങൾ ആര് എന്ത് പറയാതെ എവിടേക്ക് വന്നത് ആലോചിക്കുക. ഇനിയും കുറേ ദൂരം ഉണ്ട് കേട്ടാ. അത് അവരവിടെ 100 മീറ്റർ എന്ന് പറഞ്ഞെങ്കിലും ഇത് കണ്ടില്ലേ, ഈ 100 മീറ്റർ എന്ന് പറയുന്നത് അറൗണ്ട് 1 കിലോമീറ്ററിന്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടേക്ക് ഇറങ്ങി വരാൻ. വഴി തീരെയില്ല. അഥവാ മഴയെങ്ങാനും പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് നനഞ്ഞ് സെറ്റായത്. അതുപോലെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. നമ്മൾ ചെരുപ്പിട്ടാണ് വന്നത്. ഈ ചെരുപ്പൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങാന്നുള്ള വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇതേ പൊന്നു താഴേക്ക് പോകുന്നുണ്ട്. ഗായ്സ്, നമ്മള് ഫൈനലി അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ച് ഇത് കണ്ടു തുടങ്ങി. എന്തായാലും നമ്മൾ എത്തി ഗായ്സ്, എത്തി. മേളിൽ നിന്ന് വരുന്ന ആ വെള്ളമാണ് കേട്ടാ. അവരിങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, നല്ല കൂൾ വാട്ടർ കേട്ടാ. ഫൈനലി നമ്മൾ എത്തി. ഈ വെള്ളം ഇങ്ങനെ താഴെ കടലിലേക്ക് പോകാൻ വേണ്ടി ചാല് കയറി ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ഷോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടാ. ഷോപ്പൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ ബീച്ചാണ്, അത്ര വലിയ ബീച്ചൊന്നും അല്ല. പ്രൈവസി ഉണ്ട്, അതാണ് ഇവർ പറയാൻ കാര്യം കേട്ടോ. ഫ്രീഡം ബീച്ച് എന്ന് പറയുന്നത്, ഫ്രീഡം ബീച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇവിടെ ഫ്രീഡം ആയിട്ട് വാക്ക് ചെയ്യാൻ പറ്റുമോ, ഇവിടെ സ്വിം ചെയ്യാൻ പറ്റുമോ, അതോ സൺബാത്ത് ചെയ്യാൻ പറ്റുമോ, എന്താണെന്ന് അറിയില്ല. ഏതായാലും കുട്ടികൾ ഇങ്ങോട്ട് എത്തി, ഒന്നും സംഭവിച്ചില്ല. ഇവിടെ എത്തിച്ചേരാൻ പറ്റി. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, ചെറിയ ആൾക്കാരേ ഉള്ളൂ. ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട്, ഷോപ്പുണ്ട്, ചെറിയ സ്നാക്ക് ബാറുകളുണ്ട്, ചെറിയ കുറച്ച് ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. നല്ല വൈറ്റ് സാൻഡാണ് കേട്ടോ. അവര് തന്നെ നല്ല ബീച്ചൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എവിടെ കച്ചവടത്തിന് വരുന്നവരാണെന്ന് അവര് നല്ല സൂക്ഷിക്കുന്നുണ്ട്. ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ബൈ ബോട്ടാണ് ഇവിടത്തേക്ക് എത്തിക്കുന്നത് തോന്നുന്നു കേട്ടോ. അല്ലാതെ തലച്ചുമടായിട്ടൊന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ല, വണ്ടിയും വരില്ല. അടിപൊളി ബീച്ച് കേട്ടോ, നല്ല കാണാൻ സൂപ്പർ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയ ബീച്ചാണ്. ഞാൻ നിങ്ങൾക്ക് ചുറ്റി കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു ചെറിയ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്, പിന്നെ ഒരു സ്നാക്ക് ബാർ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. എന്തായാലും നമുക്ക് 1-2 കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കാം. ശരിക്കും തളർന്നു. ഇനി ഒന്ന് സ്വിമ്മൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാം. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, നമുക്കൊന്ന് മൊത്തം ആസ്വദിച്ചിട്ട് പോവാം.
എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. സീ യു അഗെയിൻ.